ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമര പോരാട്ടങ്ങളിൽ ആയിരക്കണക്കിന് പോരാളികൾ ജീവൻ വെടിഞ്ഞിട്ടുണ്ട്. അതിൽ പലരും ദേശീയതയുടെ ചിഹ്നങ്ങളായി തീർന്നപ്പോൾ തന്നെ അതിലും എത്രയോ പേർ ചരിത്രത്തിൻ്റെ ഏതെങ്കിലും ഒരു വഴിയിൽ അധികമാരും അറിയാതെ നിന്നിട്ടുമുണ്ട്. സത്യത്തിൽ അത്തരത്തിലുള്ള മനുഷ്യരുടെ എണ്ണമാണ് കൂടുതലെന്ന് പറയാം. ഈ രാജ്യം മുഴുവനുമായും അറിയപ്പെടേണ്ടവർ അത്രയൊന്നും അറിയപ്പെടാതെ ചരിത്രത്തിൻ്റെ വഴികളിൽ നിലനിൽക്കുന്നു. തീർത്തും അറിയപ്പെടാതെ പോയ മനുഷ്യരും നമ്മുടെ ചരിത്രത്തിലുണ്ട് എന്നതും നാം മനസ്സിലാക്കേണ്ട കാര്യമാണ്. ഒരുപക്ഷേ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട ഏറ്റവും പ്രായം കുറഞ്ഞ ഒരു പോരാളിയായിരിക്കും ഖുദിറാം ബോസ് എന്നത്. കൗമാരപ്രായക്കാരനായ രക്തസാക്ഷി എന്നാണ് അദ്ദേഹത്തെ പൊതുവെ വിളിക്കാറുള്ളത് പോലും. 1908 ഏപ്രിൽ 30 മുസഫർപൂർ മേഖലയിൽ ഒരു വലിയ സംഭവം നടക്കുകയുണ്ടായി. ബ്രിട്ടീഷ് ഓഫീസേഴ്സ് ക്ലബിലേക്ക് ഒരു കുതിരവണ്ടി കടന്നു വരികയായിരുന്നു. ഇരുട്ടിൻ്റെ നിശബ്ദതയിൽ വഴിയിൽ കുതിരക്കുളമ്പടിയുടെ ഒച്ച മാത്രം നിലനിൽക്കുന്ന സമയത്ത് മരത്തിൻ്റെ മറവിൽ ഒളിച്ചിരുന്ന 2 യുവാക്കൾ പുറത്തേക്ക് വരികയും ആ വണ്ടിക്ക് നേരെ ഒരു ബോംബ് എറിയുകയുമുണ്ടായി. ആ വണ്ടി പാടെ തകരുകയും അതിനുള്ളിൽ ഉണ്ടായിരുന്നവർ ജീവന് വേണ്ടി നിലവിളിക്കുകയുമുണ്ടായി. ആ കുതിരവണ്ടി ആക്രമിച്ച ചെറുപ്പക്കാരുടെ പേര് പ്രഫുല്ലകുമാർ ചാക്കിയും 18 വയസ്സ് മാത്രം കഴിഞ്ഞ ഖുദിറാം ബോസുമായിരുന്നു. 18കാരനായ ഖുദിറാം ബോസ് എന്തിനായിരിക്കാം ഇത്തരമൊരു കടന്നാക്രമണത്തിന് മുതിർന്നത്? ആ വിപ്ലവകാരിയുടെ കാരണങ്ങൾ എന്തായിരിക്കാം? ഈ വീഡിയോയിലൂടെ ഖുദിറാം ബോസിൻ്റെ കഥയാണ് പറയുന്നത്. 1889 ഡിസംബർ 3 ബംഗാളിലെ മിഡ്നാപൂർ ജില്ലയിലെ സോപാനി എന്ന് പറയുന്ന ഒരു ഗ്രാമത്തിലാണ് ഖുദിറാം ബോസ് ജനിക്കുന്നത്. അച്ഛൻ്റെ പേര് TN ബോസ്, അമ്മ ലക്ഷ്മിപ്രിയ ദേവി. എന്നാൽ ആ ബാലൻ്റെ ജീവിതത്തിൻ്റെ കഷ്ടപ്പാടുകൾ അതിവേഗം തന്നെ അവനെ തേടിയെത്തുകയുണ്ടായി. അവന് 7 വയസ്സ് മാത്രം പ്രായമുള്ളപ്പോൾ അവൻ്റെ അച്ഛനെയും അമ്മയെയും അവന് നഷ്ടപ്പെട്ടു. തുടർന്നവൻ സഹോദരി അനുരൂപ ദേവിയോടൊപ്പമാണ് ജീവിച്ചത്. ഖുദിറാം സ്കൂളിലൊക്കെ പോയെങ്കിലും അവന് പഠിത്തത്തിൽ വലിയ താല്പര്യമൊന്നും ഉണ്ടായിരുന്നില്ല. പകരം അവൻ ഡിറ്റക്റ്റീവ് നോവലുകളിൽ ആകൃഷ്ടനായി. കലകളെ ഇഷ്ടപ്പെട്ടിരുന്ന അവൻ അതിലും ശ്രദ്ധ കേന്ദ്രീകരിച്ചു. അപ്രകാരം സ്കൂളിൽ പഠിക്കുന്ന കാലത്താണ് ബ്രിട്ടീഷ് സാമ്രാജ്യത്വത്തിനെതിരെ പ്രക്ഷോഭമൊക്കെ നടത്തുന്ന ഒരു രഹസ്യ സംഘത്തെ നയിച്ച സത്യേന്ദ്രനാഥ് ബോസും ജ്ഞാനേന്ദ്രനാഥ് ബോസിൻ്റെയും ഒക്കെ പ്രവർത്തനങ്ങൾ ഖുദിറാമിലേക്ക് ഒരു ആവേശമായി മാറുന്നത്. അതോടെ അവൻ വിപ്ലവ പ്രസ്ഥാനങ്ങളുടെ വഴികളിലേക്ക് കടന്നെത്തുകയും പലരെയും കാണുകയുമുണ്ടായി. അങ്ങനെ അത് അവൻ്റെ ജീവിതത്തിലെ തന്നെ വഴിത്തിരിവായി മാറുകയുണ്ടായി. 9ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് ഖുദിറാം വിദ്യാഭ്യാസം ഉപേക്ഷിക്കുന്നതും ദേശീയ പ്രസ്ഥാനത്തിൽ പങ്കെടുത്തു തുടങ്ങുന്നതും. ചെറിയ കുട്ടിയായിരുന്നപ്പോൾ തന്നെ ഒരു ഇംഗ്ലീഷ് ഉദ്യോഗസ്ഥനായ തോംസന്റെ ക്രൂരകൃത്യങ്ങൾ അവൻ നേരിൽ കണ്ടിട്ടുണ്ട്. സ്വാഭാവികമായും അപ്പോൾ തന്നെ അവൻ്റെ ഉള്ളിൽ വിപ്ലവത്തിൻ്റെ തീജ്വാല വീണിട്ടുണ്ടാവാം. തൻ്റെ രാജ്യത്തിൻ്റെ ദുരവസ്ഥയെ ഓർത്ത് ആകുലപ്പെട്ട ആ ബാലൻ ഈ രാജ്യത്തിൻ്റെ പഴയകാല സമ്പന്നമായ പൈതൃകത്തെ ഓർത്ത് വേദനിച്ചിരുന്നു. ബ്രിട്ടീഷ് ഭരണത്തിൽ എന്തുകൊണ്ട് ജനങ്ങൾക്ക് അവർ ആഗ്രഹിക്കുന്ന തരത്തിലുള്ള ഒരു ജീവിതം നയിക്കാൻ കഴിയുന്നില്ലെന്ന് അവൻ തൻ്റെ സഹപോരാളികളോട് ചോദിച്ചുകൊണ്ടേയിരുന്നു. ബ്രിട്ടീഷുകാർ നമ്മളെ 2ാം തരം പൗരരായി കാണുന്നുവെന്നും അവർ സുഖജീവിതം നയിക്കുമ്പോൾ ഈ നാടിൻ്റെ മക്കളായ നമ്മൾ അവരുടെ അടിച്ചമർത്തലിന് വിധേയമാകേണ്ടി വരുന്നുവെന്നും ഈ നാട്ടിലെ തന്നെ പലരും അവരെ സഹായിക്കുന്നുണ്ട് തുടങ്ങി ജീവിതാവസ്ഥകളുടെ ദുരന്ത ചിത്രങ്ങൾ ആ ബാലൻ അറിഞ്ഞു തുടങ്ങി. ഇതിനിടയിൽ തൻ്റെ സുഹൃത്തായിട്ടുള്ള മംഗൾ സെന്നിൻ്റെ പിതാവ് ബ്രിട്ടീഷുകാരുടെ ഒരു ചാരനാണെന്ന് ഖുദിറാമിന് സംശയം തോന്നുകയുണ്ടായി. അങ്ങനെ ഖുദിറാം ബോസ് തൻ്റെ 2 സുഹൃത്തുക്കളോടൊപ്പം രഹസ്യമായി ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥൻ്റെ വസതിയുടെ അടുത്തേക്ക് പോവുകയും അവിടെയുള്ള സംഭാഷണം രഹസ്യമായി കേൾക്കുകയുമുണ്ടായി. അതിൽ നിന്ന് മംഗൾ സെന്നിൻ്റെ പിതാവ് വിപ്ലവകാരികളുടെ ഒളിത്താവളത്തെപ്പറ്റിയുള്ള വിവരങ്ങൾ ബ്രിട്ടീഷുകാരനോട് വിവരിക്കുന്നത് ഖുദിറാം കേൾക്കുകയും ഉടനടി വിവരം നൽകി വിപ്ലവകാരികളെ അവിടെ നിന്നും മാറ്റാൻ ഖുദിറാം നടപടികൾ എടുക്കുകയും ചെയ്യുകയുണ്ടായി. അങ്ങനെ വിപ്ലവകാരികൾക്കിടയിൽ മികച്ചൊരു മുഖമായി മാറിയ ഖുദിറാം ബോസ് തോക്ക്, കഠാര, ലാത്തി പോലുള്ള ആയുധങ്ങൾ ഉപയോഗിക്കാൻ മികച്ച രീതിയിൽ പഠിക്കുകയും വന്ദേ മാതരം, ഭാരത് മാതാ കി ജയ് തുടങ്ങിയ മുദ്രാവാക്യങ്ങൾ വിളിച്ച് വിപ്ലവകാരികളുടെ ഇടയിൽ ഒരു ജനനായകനായി മാറുകയുമുണ്ടായി. ഒരു ബാലനായിരുന്നെങ്കിലും ആയുധങ്ങളിലെ അറിവിൽ വിദഗ്ധനായതും തീരാത്ത പോരാട്ട വീര്യവും ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങാൻ ആ പോരാളിയെ പാകപ്പെടുത്തി. അപ്രകാരം വന്ദേ മാതരത്തിൻ്റെ സന്ദേശം പ്രചരിപ്പിക്കാനുള്ള കടമയും ഖുദിറാം ബോസിലേക്ക് വന്നു ചേർന്നു. മനുഷ്യർ കണ്ടുമുട്ടുമ്പോൾ പോലും വന്ദേ മാതരം ഉപയോഗിക്കാൻ ആരംഭിച്ചതോടെ ബ്രിട്ടീഷുകാർ ഇതിനെ അടിച്ചമർത്താനും ആരംഭിച്ചു. മുദ്രാവാക്യം കേൾക്കുന്ന സമയത്ത് തന്നെ പോലീസ് പ്രത്യക്ഷപ്പെടുകയും ദേശാഭിമാനികളെ
അതിനിഷ്ഠൂരമായി മർദ്ദിക്കാനും ആരംഭിച്ചു. ജനങ്ങൾ വിദേശ വസ്ത്രങ്ങൾ ബഹിഷ്കരിക്കാനും വിദേശ ആനുകൂല്യങ്ങൾ ബഹിഷ്കരിക്കാനും വിദ്യാഭ്യാസ മേഖലകളിൽ നിന്ന് ഇറങ്ങി വരാനുമൊക്കെ ആരംഭിച്ചു. ബംഗാളിൽ വിപ്ലവ പോരാട്ടം അതിശക്തമായി ആ സമയം വളർന്നുകൊണ്ടിരുന്നു. ആ കാലത്ത് ബംഗാളിലെ ഏറെ പ്രചാരമുള്ള ഒരു പത്രമായിരുന്നു വന്ദേ മാതരം എന്നത്. ബിപിൻ ചന്ദ്രപാൽ ആയിരുന്നു ആ പത്രം തുടങ്ങിയതും. ദേശാഭിമാന ബോധം വളർത്തുക എന്നതുപോലെ തന്നെ ബ്രിട്ടീഷുകാരെ നിശിതമായി വിമർശിക്കുക എന്ന കർത്തവ്യവും ആ പത്രം നടപ്പിലാക്കുകയുണ്ടായി. അങ്ങനെ 1907 ഈ പത്രത്തിനെതിരെ രാജ്യദ്രോഹ കുറ്റം ചുമത്തുകയും കേസെടുക്കുകയും വിചാരണയൊക്കെ നടപ്പിലാവുകയുമുണ്ടായി. അവിടെയും വന്ദേ മാതരം വിളിച്ച് അനേകം പേരെത്തുന്ന കാഴ്ചയുണ്ടായി. ഇതിനിടയിൽ ഖുദ്റാം ബോസിൻ്റെ തന്നെ നാടായ മിഡ്നാപൂരിൽ ഒരു പരിപാടി നടക്കുകയുണ്ടായി. ഇവിടെ ഗവൺമെൻറ് വിരുദ്ധ ലേഖനങ്ങളുമായി ഓടി നടക്കുകയും വിതരണം ചെയ്യുകയും ചെയ്യുന്ന ഖുദ്റാം എന്ന ബാലനെ പ്രമുഖ വിപ്ലവകാരികൾ ശ്രദ്ധിക്കുകയുണ്ടായി. പോലീസ് പിടിക്കാൻ ശ്രമിച്ചപ്പോൾ അതിൽ നിന്നൊക്കെ സമർത്ഥമായി രക്ഷപ്പെടുകയും കൂടി ചെയ്തു ഖുദ്റാം ബോസ്. അങ്ങനെ ഖുദ്റാം ബോസിൻ്റെ വിപ്ലവ പ്രവർത്തനങ്ങളെ വിപ്ലവകാരികൾ കൂടുതലായി അംഗീകരിക്കുകയും അദ്ദേഹത്തെ കൊൽക്കത്തയിലെ തന്നെ പല പ്രമുഖ വിപ്ലവകാരികളുമായി പരിചയപ്പെടാനുള്ള സാഹചര്യവുമൊക്കെ തുറന്നു കൊടുക്കുകയുമുണ്ടായി. അങ്ങനെ 1907 ഡിസംബറിൽ ഖുദ്റാം ബോസ് ഉൾപ്പെട്ട ഒരു സംഘം ബംഗാൾ ഗവർണർ തന്നെ സഞ്ചരിച്ച തീവണ്ടിക്ക് നേരെ നാരായൺഗഡ് റെയിൽവേ സ്റ്റേഷന് സമീപം വെച്ച് ബോംബെറിയുകയുണ്ടായി. എന്നാൽ ആ ശ്രമം വിജയിച്ചില്ല. നമുക്കറിയാം, ബ്രിട്ടീഷ് ഭരണകാലത്ത് അവർ തന്നെയായിരുന്നു നീതി മേഖലകൾ സൃഷ്ടിച്ചതും നോക്കിയിരുന്നതുമൊക്കെ. അതിൽ ഇന്ത്യൻ ജനതയ്ക്ക് പലപ്പോഴും കടുത്ത ശിക്ഷകളും ഏറ്റുവാങ്ങേണ്ടി വന്നിരുന്നു. നിസ്സാരമായ തെറ്റുകൾക്ക് പോലും ജനങ്ങൾക്ക് കടുത്ത ശിക്ഷ നൽകുന്ന ഉദ്യോഗസ്ഥർ ഉണ്ടായിരുന്നു എന്ന് പ്രത്യേകം പറയേണ്ടതുമില്ലല്ലോ. അത്തരത്തിലുള്ള ഒരു ഉദ്യോഗസ്ഥനായിരുന്നു കിങ്സ്ഫോർഡ് എന്നത്. ഇന്ത്യൻ ദേശാഭിമാനികൾക്ക് അങ്ങേയറ്റം കടുത്ത ശിക്ഷ നൽകിയിരുന്ന ഈ ജഡ്ജി ഇന്ത്യയിലെ വിപ്ലവകാരികളുടെ ഏറ്റവും പ്രധാനപ്പെട്ട നോട്ടപ്പുള്ളി കൂടിയായിരുന്നു. അത്തരത്തിൽ കലുഷിതമായി നിലനിൽക്കുന്ന ഒരു സമയത്ത് കോടതി ലക്ഷ്യത്തിന് സുശീൽ സെൻ എന്നൊരു യുവാവിന് ചാട്ടവാറടി നൽകാൻ കിങ്സ്ഫോർഡ് ഉത്തരവിടുകയും അടികിട്ടിയ സുശീൽ സെൻ മൃതപ്രായനായി മാറുകയുമുണ്ടായി. അതോടെ ഇത് വലിയൊരു പ്രശ്നമായി വളർന്നു. ജനരോഷം കണ്ട സർക്കാർ കിങ്സ്ഫോർഡിനെ കൊൽക്കത്തയിൽ നിന്ന് മുസഫർപൂറിലേക്ക് സ്ഥലം മാറ്റി. എന്നാൽ വിപ്ലവകാരികൾ അവിടെ അടങ്ങിയിരുന്നില്ല. കിങ്സ്ഫോർഡിനെ ഇല്ലാതാക്കണം എന്ന അഭിപ്രായത്തിൽ അവരെത്തുകയും അതിനുള്ള ചുമതല ഖുദ്റാം ബോസിനും പ്രഫുല്ലകുമാർ ചാക്കിക്കും നൽകുകയുമുണ്ടായി. അങ്ങനെ രണ്ടുപേരും തൊഴിൽ തേടി മുസഫർപൂരിൽ എത്തുന്ന യുവാക്കൾ എന്ന രീതിയിൽ അവിടെ എത്തുകയും കിങ്സ്ഫോർഡിൻ്റെ താമസ സ്ഥലത്തിന് അധികം ദൂരെയല്ലാതെ തന്നെ താമസിക്കാൻ ആരംഭിക്കുകയും ചെയ്തു. അങ്ങനെ കിങ്സ്ഫോർഡിൻ്റെ നീക്കങ്ങളെ ഇവർ നിരീക്ഷിക്കാൻ ആരംഭിച്ചു. ഈ കിങ്സ്ഫോർഡിൻ്റെ വസതിക്ക് അധികം അകലെയല്ലാതെ ഒരു ബ്രിട്ടീഷ് ക്ലബ്ബ് ഉണ്ടായിരുന്നു. അദ്ദേഹമാണെങ്കിൽ ഇവിടെ എല്ലാ ദിവസവും പോവാറുമുണ്ടായിരുന്നു. വെള്ളക്കാർക്ക് മാത്രമേ ആ ക്ലബ്ബിലേക്ക് പ്രവേശനമുണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ ആ വഴിയിൽ വെച്ച് കിങ്സ്ഫോർഡ് ക്ലബ്ബിലേക്ക് പോകുമ്പോൾ ബോംബെറിയാൻ ഇരുവരും തീരുമാനിക്കുകയുണ്ടായി. 1908 ഏപ്രിൽ 30 അങ്ങനെ ഇരുവരും ബോംബെറിയാൻ തുനിഞ്ഞിറങ്ങി. എന്നാൽ ഇവിടെ ഫോർഡിൻ്റെ കുതിരവണ്ടിക്ക് സമാനമായ മറ്റൊരു കുതിരവണ്ടി ബ്രിട്ടീഷ് അഭിഭാഷകനായ പ്രിങ്കിൾ കെന്നഡിക്കും ഉണ്ടായിരുന്നു. അത് ഖുദ്റാം ബോസിന് അറിയില്ലായിരുന്നു. കിങ്സ്ഫോർഡ് ഉള്ളിലുണ്ടാവുമെന്ന ധാരണയിൽ ഏതായാലും ബോംബെറിഞ്ഞപ്പോൾ തകർന്നത് കെന്നഡിയുടെ കുതിരവണ്ടിയായിരുന്നു. സ്ഫോടനം നടക്കുമ്പോൾ ആ വണ്ടിക്കകത്ത് കെന്നഡിയുടെ ഭാര്യയും മകളുമുണ്ടായിരുന്നു. ആക്രമണത്തിൽ അവർക്ക് ഗുരുതരമായി പരിക്കേൽക്കുകയും പിന്നീട് ആശുപത്രിയിൽ വെച്ച് ഇരുവരും മരണപ്പെടുകയുമുണ്ടായി. ബോംബെറിഞ്ഞ ശേഷം ഖുദ്റാം ബോസും ചാക്കിയും ഓടിപ്പോവുകയാണ് ഉണ്ടായത്. കാൽനടയായി കിലോമീറ്ററുകൾ സഞ്ചരിച്ചെങ്കിലും പിറ്റേന്ന് ഖുദ്റാം ബോസ് പിടിക്കപ്പെട്ടു. ഈ സമയം കിങ്സ്ഫോർഡ് ജീവിച്ചിരിപ്പുണ്ടെന്നും മരിച്ചത് 2 നിരപരാധികളായ സ്ത്രീകളാണെന്നും അറിഞ്ഞതോടെ ഖുദ്റാം ബോസ് അതീവ ദുഃഖിതനായി. അതോടെ കുറ്റം അദ്ദേഹം സമ്മതിക്കുകയും ചെയ്തു. അധികം വൈകാതെ ചാക്കിയും അറസ്റ്റ് ചെയ്യപ്പെട്ടു. എന്നാൽ അദ്ദേഹം സ്വന്തം തോക്കുപയോഗിച്ച് സ്വയം വെടിവെച്ച് മരിക്കുകയുമുണ്ടായി. അങ്ങനെ ഖുദ്റാം ബോസിനെ വലിയ സുരക്ഷയിൽ മുസഫർപൂറിലേക്ക് കൊണ്ടുവരികയാണ്. ബ്രിട്ടീഷിനെതിരെ ബോംബെറിഞ്ഞ ആ കൗമാരക്കാരനെ കാണാൻ വലിയൊരു ജനാവലി തന്നെ തടിച്ചുകൂടിയിരുന്നു. പോലീസ് സ്റ്റേഷനിലേക്കുള്ള വഴിയിൽ ജനങ്ങളെ നോക്കിക്കൊണ്ട് ഖുദ്റാം ബോസ് പുഞ്ചിരിയോടെ വന്ദേ മാതരമെന്ന് വിളിച്ചു പറയുകയുമുണ്ടായി. കിങ്സ്ഫോർഡിനെ വധിക്കാനാകാത്ത വേദനയിൽ കിങ്സ്ഫോർഡിൻ്റെ തന്നെ കോടതിയിൽ 2 മാസത്തോളം വിചാരണ നടക്കുകയുണ്ടായി. അവിടെ വച്ച് ഖുദ്റാം ബോസ് ജഡ്ജിയോട് ഒരു കാര്യം പറയുക പോലുമുണ്ടായി. അതിപ്രകാരമാണ്: മരണത്തേക്കാൾ മോശമായ ഒരു ശിക്ഷയും നിങ്ങൾക്ക് എനിക്ക് നൽകാൻ കഴിയില്ല. എൻ്റെ രാജ്യത്തിന് വേണ്ടി കൂടുതലൊന്നും ചെയ്യാൻ കഴിയാഞ്ഞത് നിർഭാഗ്യകരമാണ്. എനിക്ക് സമയം കിട്ടിയിരുന്നെങ്കിൽ എന്നെപ്പോലെയുള്ള ഒട്ടേറെ യുവാക്കളെ ഞാൻ സൃഷ്ടിച്ചനെ.
ഏതായാലും വിചാരണ നടപടികൾ 2 മാസത്തോളം നീണ്ടു നിൽക്കുകയും ഖുദ്റാം ബോസിന് സ്വാഭാവികമായും വധശിക്ഷ വിധിക്കുകയും ചെയ്തു. വിധി കേട്ട് വെറും 18കാരൻ്റെ ചിരി കണ്ട ജഡ്ജി വിധിയുടെ അർത്ഥം എന്താണെന്ന് മനസ്സിലായോ എന്ന രീതിയിൽ പരിഹാസരൂപേണ ചോദിക്കുകയുണ്ടായി. അതിന് ഖുദ്റാം ബോസ് മറുപടിയും നൽകി. എൻ്റെ രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി മരിക്കാൻ ഞാൻ ഒരുക്കമാണ്. തൂക്കുമരത്തെക്കുറിച്ചുള്ള ചിന്ത എന്നെ ഒരു തരത്തിലും ആകുലപ്പെടുത്തുന്നില്ല. കിങ്സ്ഫോർഡിനെ അയാൾ നടപ്പിലാക്കിയ കുറ്റകൃത്യങ്ങൾക്ക് ശിക്ഷിക്കാൻ കഴിഞ്ഞില്ല എന്നത് മാത്രമാണ് എൻ്റെ ദുഃഖം. ഏതായാലും ഖുദ്റാമിൻ്റെ ശ്രമം പൂർണ്ണമായും പാഴായില്ല എന്നും പറയാം. തനിക്ക് നേർക്ക് ആക്രമണം ഉണ്ടാവുമെന്നുള്ള ഭീതി അതോടെ കിങ്സ്ഫോർഡിനെ ബാധിക്കുകയുണ്ടായി. മനസമാധാനം നഷ്ടപ്പെട്ട കിങ്സ്ഫോർഡ് ജോലിയടക്കം ഉപേക്ഷിച്ച് മസൂറിയിലേക്ക് ഓടി രക്ഷപ്പെടുകയുണ്ടായി. മരണം മുന്നിൽ കാണുന്ന ഭീതി അയാളിൽ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു എന്നുകൂടി പറയാം. ജയിലിൽ പോലും നിറഞ്ഞ ചിരിയോടെ ജീവിച്ച ഖുദ്റാം ബോസ് ബംഗാളിലെ ജനതയുടെ പ്രിയങ്കരനായി മാറി. ഒടുവിൽ 1908 ഏപ്രിൽ 11 18 വയസ്സ് മാത്രം കഴിഞ്ഞ ഖുദ്റാം ബോസിനെ മുസാഫർപൂർ ജയിലിൽ വെച്ച് തൂക്കിക്കൊന്നു. ബംഗാളിൻ്റെ സാഹിത്യ മേഖലകളിലും പോരാട്ട വഴികളിലുമെല്ലാം തന്നെ ഖുദ്റാം ബോസ് അതോടെ അനശ്വരനായി തീരുകയുമുണ്ടായി. ഇന്ത്യക്കായി ഉടൻ പുനർജനിക്കുമെന്ന വിശ്വാസത്തിൽ ജീവിച്ചിരുന്ന ആ ബാലൻ കൗമാരപ്രായത്തിൽ തന്നെ ഇന്ത്യക്കായി രക്തസാക്ഷിയായി മാറുകയും ചെയ്തു.